ഘോഷയാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് മട്ടന്നൂരിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മട്ടന്നൂരിലേക്ക് യാത്ര തുടരുമ്പോൾ ഭരത്ശ്രീയുടെ ആ ഒരു ഭരത നേട്ടം നമ്മൾ ഒന്നും കൂടി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ സബ് ജില്ലാതലം, ജില്ലാതലം, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച കലാകാരന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഉത്സംഗാ ശിവലിംഗഗഃ ഡോളാഹസ്ത പുഷ്പപുടഃ ഉത്സംഗാ ശിവലിംഗഗഃ ഖഡഗാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തികസ്തദാ ഖഡഗാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തികസ്തദാ ശകടം ശംഖചക്രേ ച സംഭുഡ പാശകീലകൗ മത്സ്യ കൂർമ വരാഹശ്ച ഗരുഡോ നാഗദണ്ഡകഃ കട്വാ ഭീരുണ്ടകാക്യശ്ച അവഹിതസ്തൈവ ച. ഞാൻ ആദ്യമേ പറഞ്ഞു, സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു കൊച്ചു കലാകാരി എന്നോടൊപ്പം ഉണ്ട്. പേരെന്തായിരുന്നു? അവനിയുടെ സ്ഥലം എവിടെയാ? നെല്ലൂന്നി. ഇപ്രാവശ്യം കൊല്ലത്ത് പോയിട്ട് തിളക്കമാർന്ന? ഇല്ല, കൊല്ലത്തല്ല, കൊച്ചിയിലായിരുന്നു. CBSE. ഓക്കെ, CBSE ഇതിലായിരുന്നു അല്ലെ? അവന് ഏതൊക്കെ ഇതിലായിരുന്നു മത്സരിച്ചത്? ഡിസ്ട്രിക്ട് ലെവലില് ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക്. ഭരതനാട്യത്തിന് ഫസ്റ്റ്, മോഹിനിയാട്ടത്തിനും ഫോക്കിനും തേർഡ്. പിന്നെ സ്റ്റേറ്റിൽ പോയപ്പോ ഭരതനാട്യത്തിന് എ ഗ്രേഡ്. നമ്മൾ ഭരതശ്രീ എത്ര വർഷമായി ഇതിനകത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷത്തിനുണ്ട്. ഏകദേശം. എപ്പോ സപ്പോർട്ട് അമ്മയും അച്ഛനൊക്കെ അല്ലേ? അല്ലെ? അവരൊന്ന് പരിചയപ്പെടുത്തുവോ? അമ്മയുടെ പേര്? അമ്മയുടെ പേര് റോഷ്നി. അച്ഛൻ? വിനോദ്. 5 വർഷമായി ഇവിടെ അല്ലെ? അദ്ദേഹത്തെ അറിയോ? സീരിയലൊക്കെ കാണാറുണ്ടോ? ഇല്ല. സീരിയൽ നടക്കാൻ അറിയിക്കുന്നത് നമുക്ക് ക്ഷണിക്കാല്ലേ? നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാതെ ഈ ചടങ്ങിന് വർണ്ണാഭമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത സീരിയൽ താരം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു ആദ്യമേ ഇത് ഞാനോ ടീച്ചറോ അറേഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം അല്ല. അപ്പോ ഒരുപാട് രക്ഷിതാക്കള് നമ്മളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് അവര് മുഖാന്തരാണ് ഇപ്പോ പിന്നെ സുർജിത്തിനെ തന്നെ നമുക്ക് കിട്ടിയത്. അത് പെട്ടെന്നായിരുന്നു കാര്യങ്ങള്. അപ്പോ നമ്മൾ വലിയൊരു പ്രോഗ്രാം വെച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അവരെ ഒന്ന് പ്രോത്സാഹനം അവർക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷെ എന്തായാലും ഇത്രയും രക്ഷിതാക്കള് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും സഹകരിച്ചതിന് ആദ്യം ഞാൻ ഒരുപാട് നന്ദി പറയാം. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പിന്നെ സുർജിത്തിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നല്ലേ. നമ്മളെ നാട്ടിലെ വലിയൊരു പിന്നെ ആർട്ടിസ്റ്റാണ്, പിന്നെ ഫിലിം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അത്രയും നമ്മളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയതിൽ ആദ്യമായിട്ട് ഞാൻ സുർജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ഇന്നിപ്പോ ഇത് 2ാമത്തെ പരിപാടിയാണ്. നമ്മുടെ ഭരതശ്രീയുടെ കാക്കങ്ങാട് ഉള്ള ഡാൻസ് സ്കൂളിൽ പോയി. ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കൊണ്ട് സമ്പന്നമായിരുന്നു ഇന്ന് രാവിലത്തെ എൻ്റെ തുടക്കം തന്നെ. ഭയങ്കര സന്തോഷം. നമ്മളെ ഇപ്പം കൊല്ലത്ത് വെച്ച് നടന്ന കലോത്സവത്തില് നമ്മളെ കണ്ണൂർ ജില്ല കിരീടം 27 വർഷങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ണൂരേക്ക് കൊണ്ടുവന്നു. അതില് ഏറ്റവും നിർണായകമായിട്ടുള്ളത് നമ്മളെ ശിഷ്യര് നടത്തിയിട്ടുള്ള പ്രകടനങ്ങളാണ്. അതിൽ കൂടി തന്നെ ഒരുപാട് പോയിന്റുകൾ കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക്. കോഴിക്കോടാണ് സാധാരണ നമ്മളെപ്പോഴും അവസാന നിമിഷം തോപ്പിച്ച് കപ്പ് കൊണ്ടുപോകുന്നത്.
ഇപ്രാവശ്യം അത് ഉണ്ടാകാതിരിക്കാൻ നമ്മളെ കഴിവിന്റെ പരമാവധി എല്ലാവരും ശ്രമിച്ചു. നമ്മൾ കപ്പ് കൊണ്ടുവന്നു. ഈ ഒരു തുടക്കം അങ്ങോട്ടേക്ക് എല്ലാവരും കൂടി ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിനി കപ്പ് ആർക്കും വിട്ടുകൊടുക്കാതെ തന്നെ മാഷിന്റെ ശിഷ്യന്മാരും കൂടി ചേർന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും ഡാൻസ് അഭ്യസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. കാരണം നമ്മൾ ആരോഗ്യം കൂടി അതിനകത്ത് മെച്ചപ്പെടുത്തുകയാണ്. അപ്പോ എല്ലാവർക്കും നല്ല ഒരു ഭാവി ഈ മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടി ആശംസിക്കുന്നു. ഭാരതശ്രീ കലാക്ഷേത്രത്തിന് എന്റെ എല്ലാവിധ ആശംസയും. ഇവര് 5 കുട്ടികളാണ് നമ്മളെ സംസ്ഥാന തലത്തില് പങ്കെടുത്ത കുട്ടികൾ. ഈ 5 കുട്ടികളും എ ഗ്രേഡോടെ വന്നിട്ടുള്ള കുട്ടികളാണ്. സംസ്ഥാനത്തെ എ ഗ്രേഡ് ആണ് ഏറ്റവും വലിയ ഗ്രേഡ്. ABC അങ്ങനെ ഗ്രേഡ് ആണ്. നമ്മുടെ അവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോ വളരെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ രക്ഷിതാക്കളെയാണ് അവരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. കാരണം കുട്ടികൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് വിജയിച്ച് വരാൻ ഒരിക്കലും പറ്റുന്നില്ല. വീട്ടിലെ അവരുടെ ഫുൾ പേരൻസിന്റെ ഒരു സപ്പോർട്ടാണ് ഇവരെങ്ങനെ എത്താൻ കാരണം. അപ്പൊ അവർക്കും കൂടി ഞാൻ ആദ്യം ഒരു നന്ദി പറയുന്നു. പിന്നെ ഈ കുട്ടികൾ മുഴുവനും ഇവര് ജില്ലാ തലത്തില് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇവരെല്ലാവരും. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാനത്തേക്ക് പോകേണ്ട ഒരുപാട് കുട്ടികൾ ഇതിലുണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണവശാൽ അവര് പിന്തള്ളപ്പെട്ടു പോയെങ്കിലും കണ്ണൂർ ജില്ലയ്ക്ക് ശരിക്കും കപ്പ് കിട്ടാൻ അവസാന നിമിഷം കോഴിക്കോട് മുന്നിൽ കയറി. ആദ്യം കണ്ണൂർ വന്നു, വീണ്ടും കണ്ണൂരിതാണ് കോഴിക്കോട് മുന്നിൽ വന്നു. വീണ്ടും നമ്മളെ കുട്ടികൾ പെർഫോം ചെയ്തതിന് ശേഷം പോയിന്റുകൾ കയറി ഒരുപാട് പോയിന്റ് 19 പോയിന്റോളം അവർ നേടിക്കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് കപ്പ് കിട്ടിയത്. ഇത് നമ്മുടെ കലാക്ഷേത്രത്തിന് വളരെ അഭിമാനിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയത്തി നല്ലൊരു പാട്ടുകാരിയാണ്. അറബി മ്യൂസിക് കോളേജിൽ നിന്ന് PG ഒക്കെ എടുത്ത് നിൽക്കുന്നതാണ്. ഇയാൾ നന്നായിട്ട് പാടുന്നതാണ്. വളരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ചിത്രയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഈ കുട്ടികളൊക്കെ ഈ രീതിയിൽ സംഘടിപ്പിച്ച് ഞാൻ വരുമ്പോഴത്തേനും ഒക്കെ അറേഞ്ച് ചെയ്തതിന്. സ്റ്റേറ്റിലും ഏറ്റവും മുന്നിലാണ് തേജ. അപ്പൊ അത്രയും കഴിവുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഐറ്റം എന്റെ മോനാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ മൃദംഗം, നട്ടുവാങ്കം, ജതി ഒക്കെ റെക്കോർഡിംഗ് അടക്കം കൊറിയോഗ്രാഫി അടക്കം മകനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മകൻ സ്ഥലത്തില്ല. അപ്പോ അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് വരും മോൾ ഇങ്ങോട്ട് വരും. അവിടെ അവന് വിനോദ് പിന്നെ നമ്മുടെ CBSE കലാമേളയിൽ മികച്ച നേട്ടവും ചാമ്പ്യൻഷിപ്പ് നേടിയ മോളാണ്. പിച്ച വെക്കുന്ന പ്രായം എന്ന് പറയാം. ആ പിച്ച വെക്കുന്ന പ്രായത്തില് നമ്മുടെ അടുത്ത് എത്തിയ കുട്ടിയാണ്. നിരവധി വേദികളിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ഇവരൊക്കെ. ഞാൻ ഒരുപാട് വേദികൾ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വിജയിക്കാൻ ഒരു കാരണം അതും കൂടിയാണ്. ഓക്കെ, കാർത്തിക ഇതേപോലെ തന്നെ ചെറിയ പ്രായത്തിലേ വന്ന് പഠിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവരും കാണുന്നതാണ്. മികച്ച പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പെർഫോമൻസ് ആണ് നാടോടി നൃത്തത്തില്. കാരണം എന്താ വെച്ചാൽ കാർത്തിക ഇവിടുന്ന് തഴയപ്പെട്ടു പോയ ഒരു കുട്ടിയാണ്, അത്ര കഴിവുണ്ടായിട്ടും. പക്ഷെ അപ്പീലിലൂടെ ജില്ലയിലെത്തി, അവിടുന്ന് ഫസ്റ്റ് തന്നെ വാങ്ങി സംസ്ഥാനത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടിയാണ്. നമ്മൾ തന്നെ എഴുതി കമ്പോസ് ചെയ്ത് ശരിക വിനോദ്. അതുപോലെ തന്നെ വളരെ ചെറിയ ക്ലാസ് മുതലേ ഇവിടെ മുമ്പേ ഉള്ളവർക്ക് അറിയാം, ചെറിയ ക്ലാസ് മുതലേ ഭരതനാട്യമൊക്കെ അതിമനോഹരമായിട്ട് ചെയ്ത് പ്രൈസ് മേടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും കേട്ടോ. ഓക്കെ, ഇഷിതാലക്ഷ്മി ഹൈസ്കൂൾ അല്ല, UP വിഭാഗത്തില് 2 ഇനത്തിലും ജില്ലയില് പിന്നെ A ഗ്രേഡ് വാങ്ങിയ കുട്ടിയാണ്.
ഒരു സന്തോഷം എന്ന് പറയാൻ ഇവിടെ അമ്മേനെ എനിക്ക് പഠിപ്പിച്ച് സ്റ്റേറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയും 2 മക്കളും ഭരതശ്രീയിലെ നർത്തകിമാരാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമ്മ ഇപ്പൊ കുച്ചിപ്പുടി അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനിയും നിങ്ങൾ ഭരതശ്രീയിലെ പേരൻസിന് മുമ്പോട്ട് വരാം. ഇപ്പൊ പാർവതി നന്ദ പിന്നെ ഇരിട്ടി സബ് ജില്ലയിലും പിന്നെ പങ്കെടുത്ത ഫസ്റ്റ് വാങ്ങി ജില്ലയിലെത്തി. ജില്ലയിൽ എ ഗ്രേഡോടുകൂടി ചെറിയൊരു ശാരീരിക അസ്വസ്ഥത വന്നതുകൊണ്ടാണ്, എന്നാലും എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. ജില്ലയില് ഇനിയും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പിടിക്കും അല്ലേ? ഇപ്പൊ മയൂക ജില്ലയിൽ ഭരതനാട്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പൊ അമ്മയും 2 മക്കൾ 3 ആളായി ഭരതശ്രീയില് കേട്ടാ. അപ്പൊ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ജാനവി ഭരതനാട്യം ജില്ല CBSE മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടിയാണ്. ഇനി ഹഷിക അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ വന്നതാണ്. ജില്ലയിൽ എ ഗ്രേഡ് വാങ്ങിയ കുട്ടിയാണ്. നല്ല ക്ലാപ്പ് കൊടുക്കൂ. അന്മയ ആദ്യമായിട്ട് ജില്ലയിൽ പോയിട്ട് പകർത്ത് ഡാൻസ് ചെയ്തിട്ട് എ ഗ്രേഡോടെ വന്ന കുട്ടിയാണ്. പിന്നെ അത്ര നല്ല പെർഫോമൻസ് തന്നെ അന്മയ. ആദ്യമായിട്ട് പോയിട്ട് ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച കുട്ടിയാണ് അഞ്ജിത. ഞാൻ അങ്ങനെ പുകഴ്ത്തി പറയല്ല, അത്ര സൂപ്പർ ആയിരുന്നു. സ്റ്റേജിൽ ഒരു പേടിയില്ലാണ്ട് അതിമനോഹരമായിട്ട് ഇതൊന്നും സ്റ്റേജ് എന്നുള്ള രീതിയിൽ ചെയ്ത കുട്ടിയാണ്. ഒരു കൂട്ടായ്മയുടെ വിജയം പോലെയാണ് കൊല്ലത്ത് നിന്നും ഇവർ ട്രോഫി ഇവിടെ എത്തിച്ചത്. എന്തായാലും നമുക്ക് അഭിമാനിക്കാവുന്ന താരങ്ങൾ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? അനുനന്ദ. അനുനന്ദന്റെ വീട് എവിടെയാണ്? എന്റെ വീട് മേച്ചടി, മട്ടന്നൂര്. ഇപ്പൊ നമ്മള് എത്ര വർഷമായി ഇവിടെ പഠിക്കുന്നത്? ഞാനിപ്പോ 11 വർഷമായി ഡാൻസ് പഠിക്കുന്നു. ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് എത്തിയത് അല്ലേ? അതെ. അത് ഏതൊക്കെ മത്സരം? അവിടെ നങ്ങ്യാർകുത്ത് എ ഗ്രേഡ്. ജില്ലയിൽ ഏതൊക്കെ മത്സരങ്ങൾ? ജില്ലയിൽ കുച്ചിപ്പിടി, നാടോടിനൃത്തം, ഇംഗ്ലീഷ് സ്കിറ്റ്, നങ്ങ്യാർകുത്ത്. ഇവിടെ ഇപ്പൊ പഠിക്കുന്നത് ഏതൊക്കെ? ഇവിടെ ഇപ്പൊ പഠിക്കുന്നത് പിന്നെ കുച്ചിപ്പിടി, മോഹിനിയാട്ടം, നാടോടിനൃത്തം, ഭരതനാട്യം. അമ്മയുടെ അച്ഛന്റെ പേരൊന്ന് പറയാമോ? അമ്മയുടെ പേര് രേഷ്മ, അച്ഛന്റെ പേര് ഭരതൻ. കലയുടെ കർമ്മരഥത്തിൽ കനകകിരീടം കരസ്ഥമാക്കിയ ഒരു കലാകാരിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. പേര് തേജലക്ഷ്മി അല്ലെ? തേജസ്സോട് പറയുകയാണ്. എവിടെ സ്ഥലം എവിടെയാണ്? കല്ലൂർ. മട്ടന്നൂരാണ്. ഇപ്പം ഭരതശ്രീയുടെ മട്ടന്നൂർ ബ്രാഞ്ചിലാണ് പഠിക്കുന്നത് അല്ലെ? വീട്ടില് ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അമ്മമ്മ, ഏട്ടൻ, അനിയൻ, ആന്റി. അച്ഛനും അമ്മയുടെ പേരെന്താ? അച്ഛന്റെ പേര് ജയറാം, അമ്മയുടെ പേര് ദിവ്യ. ഇവിടെ ഭരതശ്രീയിൽ എന്തൊക്കെയാ പഠിക്കുന്നത്? ഭരതനാട്യം എല്ലാം ഞാൻ ഇവിടെ തന്നെ പഠിക്കുന്നത്. ഭരതനാട്യം എത്ര വർഷത്തോളായി? 13 വർഷമായി. ഇപ്പൊ സംസ്ഥാന തലത്തിൽ ഭരതനാട്യത്തിലാണ് നമ്മൾ സമ്മാനം വാരിക്കോരിക്കൊണ്ടുവന്നത് അല്ലെ? അവിടുത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ജില്ലയിൽ ഏതൊക്കെ മത്സരങ്ങളിൽ ഉണ്ടായിരുന്നു? കുച്ചിപ്പുടി, ഭരതനാട്യം, നാടോടിനൃത്തം. അപ്പീൽ നൽകി വിജയം കുതിർത്ത ഒരു കൊച്ചു കലാകാരിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പേരെന്തായിരുന്നു? കാർത്തികയുടെ വീട് എവിടെയായിരുന്നു? നെല്ലൂന്നി. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ, അനിയൻ. അച്ഛന്റെ പേരെന്നാ? ഷാജി. അമ്മയുടെ പേര്? വിനയ. ഇവിടെ എത്ര വർഷമായി പഠിക്കുന്നു? 11 വർഷം. 11 വർഷമായി. ഏതൊക്കെ ഇതിലാണ് പഠിക്കുന്നത് ഇപ്പൊ? ഞാൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പഠിക്കുന്നത് കുച്ചിപ്പുടി, നാടോടിനൃത്തം. അല്ലാണ്ട് ഇവിടുത്തെ ക്ലാസ്സസ് ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാത്തിന്റെ ക്ലാസ്സസും കിട്ടുന്നുണ്ട്. ജില്ലാ തലത്തിൽ ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കേറുന്നത്? കുച്ചിപ്പുടിയിലും നാടോടിനൃത്തത്തിലും. എവിടെയൊക്കെ അവാർഡ് മേടിച്ചത്? കുച്ചിപ്പുടി എനിക്ക് ജില്ലയിൽ 2nd ആയിരുന്നു, നാടോടിനൃത്തം ജില്ലയിൽ 1st. അതും നാടോടിനൃത്തം എനിക്ക് ശരിക്കും സബ് ജില്ലയിൽ 2nd ആയിരുന്നു. അപ്പീൽ വഴി വന്നിട്ട് അങ്ങനെ 1st. സംസ്ഥാന തലത്തിൽ മത്സരിച്ചല്ലോ അല്ലേ? അത് ഇനത്തിലാ പോയത്? നാടോടിനൃത്തം. അപ്പം മാഷിന്റെയും ലക്ഷ്മി ടീച്ചറുടെയും ഒരു ശിഷ്യ ഇന്ന് അവർക്കൊപ്പം സപ്പോർട്ടിനായിട്ട് എന്നുകൂടിയുണ്ട്. ചിത്ര ചേച്ചിയാണ്, ഗായികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പരിചയപ്പെടാം. എവിടെ സ്ഥലം എവിടെയാണ്? കല്ലൂര്. ഇവിടെ എത്ര വർഷത്തോളമായി? 15 വർഷത്തോളമായി. ആദ്യം പഠിച്ചു പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പിന്നെ പഠിച്ച എന്തൊക്കെയായിരുന്നു? ഭരതനാട്യം മെയിനായിട്ട് ഭരതനാട്യം അങ്ങനെയുള്ളതാണ്. അപ്പൊ പേര് പോലെ തന്നെ ഗായികയാണെന്ന് എന്നോട് പറഞ്ഞു. പേരുള്ളത് പോലെ ചിത്രയിലെ ആ ഒരു 2 വരി മാധുര്യമുള്ള ഗാനം കേൾക്കാൻ താല്പര്യപ്പെടുന്നു. നിറമിഴിയോടെ കണ്ടതോ തോഴൻ
നിറമിഴിയോടെ കണ്ണുവോ. ഭരത്ശ്രീ കലാക്ഷേത്രയുടെ വിജയശില്പിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ടീച്ചർ ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട്? 2008 തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇതായിരുന്നില്ല, ബിൽഡിംഗ് വേറെയായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് 3 വർഷമേ ആയുള്ളൂ. ഇത് ശരിക്കും ഹെഡ് ഓഫീസ് അല്ല ഇപ്പൊ? ഹെഡ് ഓഫീസ്, അതെ. അതുകൂടാതെ ബ്രാഞ്ചുകളായിട്ട് നമുക്കിപ്പം കാക്കിങ്ങാട് ഇരട്ടിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്നല്ലേ. ഇപ്രാവശ്യം എത്രത്തോളം അഭിമാനാർഹമായ ഒരു നേട്ടം നേടിയല്ലേ? തീർച്ചയായും അതിന്റെ ഒരു തിളക്കത്തിലാണ്. അതെ, സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൊണ്ട് രക്ഷിതാക്കളും അതുപോലെ തന്നെ മാനേജ്മെന്റിലും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം അല്ലേ? നല്ല സഹകരണമാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന്. പിന്നെ എന്താ പറയാ, എന്തിനും അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഗുണവും കൂടെ ഉണ്ട്. ഭരത്ശ്രീ കലാകേന്ദ്രത്തിലെ കലാക്ഷേത്രത്തിൽ നിന്നും ഒരുമിച്ചാണ് നിങ്ങൾ പോയിട്ട് അവാർഡ് മേടിച്ചത്? 3 പേര്, 4 പേര്, 5 പേര് അല്ലെ? 5 പേര് പോയിട്ട് കൂട്ടായിട്ട് പോയിട്ട് മത്സരിച്ചു, സമ്മാനം നേടി. കൊല്ലത്തേക്കുള്ള യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ലെ, അടിച്ചു പൊളിച്ചു. അപ്പൊ നമ്മൾ അവിടുന്ന് അവാർഡ് മേടിച്ചിങ്ങോട്ട് വന്നു അല്ലെ? കണ്ണൂരുകാർക്ക് 27 വർഷത്തിന് ശേഷം സ്വപ്നം സമ്മാനിക്കാൻ വേണ്ടി നിങ്ങൾ നൽകി അല്ലെ? അതിന് ഭാഗമായ സന്തോഷമല്ലേ? അപ്പൊ കേട്ടല്ലോ, ഇവരുടെയൊക്കെ കഠിന അധ്വാനം, അതിനപ്പുറം മാതാപിതാക്കളുടെ സന്തോഷം, അവരുടെ സപ്പോർട്ട്, നമ്മുടെ അധ്യാപകന്റെ ഗുരുനാഥൻ ആരൊക്കെയായിരുന്നു? പപ്പമാഷും രസ്ന ടീച്ചറും. അവരുടെയൊക്കെ കഠിന അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കണ്ണൂർ ചരിത്ര വിജയം നേടിയിട്ടുള്ളത്. എന്തായാലും ഈ എപ്പിസോഡിൽ മനോഹരമാർന്ന ഒരു എപ്പിസോഡാണ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റിയത്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നേരിൽ കാണാം. ബൈ.